നമ്മൾ പലരും ഒന്നുകൊണ്ടും തൃപ്തിയാവാത്ത ആൾക്കാരാണ്. നമുക്ക് പൈസ കിട്ടിയാലും പോരാ, നമുക്ക് ആഹാരം കിട്ടിയാലും പോരാ. അത് മാത്രമല്ല, നമുക്കൊരു നല്ല ജോലിയുണ്ടെങ്കിലും നമുക്ക് ആവശ്യത്തിന് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ജീവിക്കാൻ പറ്റുമെങ്കിലും നമ്മളതൊന്നും കൊണ്ട് സംതൃപ്തരല്ല. പ്രധാനമായിട്ടും വേണ്ടത് ഒരിടത്ത് ഒരു സമാധാനമാണ്. ഒരു വീട്ടമ്മയാണെങ്കിലും വീട്ടിലുള്ള ആരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വീട് നശിച്ചത് തന്നെയാണ്. പിന്നെ നമ്മുടെ കുട്ടികൾ എത്ര നല്ലതായിട്ട് വളർത്തിയെടുത്താലും നമ്മളിപ്പോൾ ഒരു ബന്ധുവിൻ്റെ വീട്ടിലയക്കുന്നു. ആ ബന്ധുവിൻ്റെ വീട്ടിൽ ചീറ്റലും തൊഴിയും ഒക്കെയാണ് കണ്ടു വളരുന്നതെങ്കിൽ അവിടെ തന്നെത്താനെ പ്രാകുക, ശപിക്കുക, തന്നെത്താനെ നെഞ്ചത്തടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, നെഗറ്റീവ് കാര്യങ്ങൾ അവർ കാണുകയാണെങ്കിൽ അവർക്കത് നെഗറ്റീവ് ഇമോഷൻസ് അവരിൽ കൂടുതലാവും. അത് അനുകരിക്കാനായിട്ട് അവർ ശ്രമിക്കും. എസ്കേപ്പിസത്തിൻ്റെ ഒരു മെത്തേഡ് അവർ കണ്ടുപിടിക്കും. അപ്പോൾ ഈ പെറ്റ അമ്മമാരുടെ മുൻപേ കുട്ടികൾ സ്വയം ശപിക്കുക എന്ന് പറയുമ്പോൾ, അതുപോലെ ലോകത്തെ ഒരു കാര്യമില്ല, അമ്മ മരിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത്. ആ അമ്മ അപ്പം ചിന്തിക്കുന്ന എന്താണ്, എൻ്റെ ഹാർട്ട് അറ്റാക്ക് ഒന്ന് ഞാനിപ്പോൾ വീണ് മരിച്ചിരുന്നെങ്കിൽ എന്നാണ് ആ അമ്മ ചിന്തിക്കുക. ഇത് ഈ കുട്ടികൾക്ക് മനസ്സിലാകില്ല. ഇന്നത്തെ കുട്ടികൾ പ്രത്യേകിച്ചും അങ്ങനെയാണ്. ദേഷ്യപ്പെട്ടെ നമ്മളെ ദേഷ്യപ്പെട്ട് എന്തും പറയട്ടെ, ഒരു കുട്ടി സ്വയം ശപിക്കുകയോ കേഴ്സുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്ത് ഒരമ്മയ്ക്കും ക്ഷമിക്കാൻ പറ്റുന്നില്ല. അത് ഈ കണ്ടു വളരുന്നതാണ്. കണ്ടു വളരുക എന്ന് പറയുമ്പോൾ സ്വയം, ചിലപ്പോൾ വീട്ടുകാരിൽ ആരും അങ്ങനെ ശപിക്കുന്നവരുണ്ടാകില്ല, പക്ഷേ ഇവരെയൊക്കെ നമ്മൾ ഓരോ അമ്മൂമ്മ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ കസിൻസിൻ്റെ വീട്ടിലോ ഒക്കെ കൊണ്ട് നിർത്തുമല്ലോ. അവിടെ ഒന്ന് കേൾക്കുന്ന ചീത്ത ഇതായിരിക്കും. അവർ സ്വയം ശപിക്കുക, നെഞ്ചത്തടിക്കുക, ഇങ്ങനെയൊക്കെ അവിടെയുള്ള കാണുന്ന നെഗറ്റിവിറ്റി മുഴുവൻ അവൻ വലിച്ചില്ലെങ്കിൽ അവൾ എടുത്തുകൊണ്ട് വരും. ചില കുട്ടികൾ ഇതൊക്കെ ഓവർകം ചെയ്യുമെങ്കിലും ചില കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിനകത്ത് സൂക്ഷിച്ചു വയ്ക്കും. ഒരു കുട്ടിയിൽ നിന്നും എപ്പോഴും ഒരു അമ്മ ആഗ്രഹിക്കുന്നത്, ആ കുട്ടിയുടെ ഒരു കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുന്നത് തമ്മിൽ ഒരമ്മ ആഗ്രഹിക്കുന്നത് ആ കുഞ്ഞിനെ കണ്ടു വേണം എനിക്ക് മരിക്കാൻ എന്നായിരിക്കും. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ, അവർക്കൊരു ചെറിയ അസുഖം വന്നാൽ പോലും നമ്മുടെ നെഞ്ചാണ് പിടയുന്നത്. കുട്ടികൾ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതായിരിക്കും. ഒരിക്കലും മാതാപിതാക്കളെ ദുഃഖിപ്പിക്കാതിരിക്കുക. എത്ര ചീത്തയോ ആവട്ടെ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക. അവരെ കണ്ണീര് കാണിക്കരുത്. കാരണം അവന് നാളെ അതിൻ്റെ ഫലം കിട്ടും. കാർമിക് ചക്ര വെറുതെ വിടില്ലല്ലോ. നാളെ ആ കുട്ടി ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഫലം കിട്ടില്ലേ. അതുകൊണ്ട് അത് കഴിയുന്നത് അവളും അവനും ഏത് കുട്ടിയായാലും അത് ചെയ്യാതിരിക്കുക. ചില കുട്ടികൾ അമ്മയോട് ഭയങ്കരമായിട്ടുള്ള താല്പര്യം ഉണ്ടാവും, സ്നേഹമായിരിക്കും. അതിൻ്റെ പുറത്തായിരിക്കും അമ്മയ്ക്ക് എന്തെങ്കിലും ചെറിയ തെറ്റുകളോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ വഴക്കുണ്ടാക്കുകയാണെങ്കിലൊക്കെ അവൻ സ്വയം അമ്മയെ വഴക്കുറയുന്നതിന് പകരം സ്വയം ശപിക്കാറുണ്ട് പിള്ളേരുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഈ വേറെ വല്ല വീട്ടിലും കിട്ടുന്ന അവരിലേക്ക് വരുന്ന ആ നെഗറ്റിവിറ്റിയാണ്. അതൊന്നും ഇല്ലാതിരിക്കട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കട്ടെ. എപ്പോഴും അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ കണ്ട് മരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുഞ്ഞില്ലാത്ത ഒരമ്മ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. 50 വയസ്സായ മകനും 60 വയസ്സായ മകനും ഒരമ്മയ്ക്ക് ആദ്യമായിട്ട് കാണുന്ന കുഞ്ഞിൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. അവൻ കുഞ്ഞാണ് അമ്മയുടെ മുന്നിൽ. അതെപ്പോഴും കുഞ്ഞുങ്ങൾ ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. അമ്മ തള്ള വൈബ്, അച്ഛൻ തന്ത വൈബ് എന്നുള്ള രീതിയിലാണ് പോകുന്നതെങ്കിലും അങ്ങനെ അല്ലാത്ത കുട്ടികളുമുണ്ട്. പക്ഷെ അവർ ഈ ബന്ധുക്കളുടെ സ്വാധീനം മൂലം അവർ കുറേ വ്യത്യാസം വരുന്നുണ്ട്. കഴിയുന്നതും നിങ്ങളുടെ കൺവെൻറ്റിൽ തന്നെ വളർത്തുക, വല്ലവരുടെയും വീട്ടിൽ കൊണ്ട് വിടാതിരിക്കുക. അവിടെയുള്ള കാര്യങ്ങൾ അവർ കണ്ടുപഠിക്കുകയും അതിൽ നിന്നും അവർക്ക് ആ നെഗറ്റീവായിട്ടുള്ള, അതായത് വളരെ വല്ലാത്ത രീതിയിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാവുകയും അവരെപ്പോലെ പെരുമാറി തുടങ്ങും. ചിലപ്പോൾ നമ്മൾ ഇതുവരെ പറയാത്ത വാക്കുകൾ അവർ പറഞ്ഞു വന്നിരിക്കും. ചില വീടുകളിൽ ശല്യം, നാശം, കൊള്ളൂല, അങ്ങനെയുള്ളതൊന്നും പറയില്ല. പക്ഷെ ചില കുട്ടികൾ മറ്റേ വീട്ടിൽ പോയിട്ട് നമ്മൾ വെക്കേഷനൊക്കെ പോയി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവിടെ ഒന്ന് പറയും ശവമെന്ന് വിളിക്കും അമ്മയെ, അല്ലെങ്കിൽ ശല്യമെന്ന് വിളിക്കും, നാശമെന്ന് വിളിക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. അമ്മമാർ കരഞ്ഞുകൊണ്ട് പറയാറുണ്ട്. അമ്മയ്ക്ക് നേരെ കൈയോങ്ങിയില്ലെങ്കിൽ പോലും വാക്കുകൾ കൊണ്ട് ഓങ്ങുന്ന വാളുണ്ടല്ലോ, അതൊരമ്മയുടെ ഹൃദയത്തിന് വലിയ മുറിവുണ്ടാക്കും. അമ്മയുടെ അകാല മൃത്യുവിനായിരിക്കും അത് കാരണമാകുന്നത്. അതെപ്പോഴും കുട്ടികൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഒരിക്കലും അച്ഛൻ എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചൊരകലം കൂടെ കാണും. മിക്കവാറും അച്ഛന്മാർക്ക് വളരെ കുറച്ച് പേര് മാത്രമേ വളരെയധികം അടുപ്പം കുഞ്ഞുങ്ങളുമായിട്ടുണ്ടാവുകയുള്ളൂ. പക്ഷേ ഒരമ്മ എന്ന് പറയുമ്പോൾ
അമ്മയുടെ മുൻപിൽ 60 വയസ്സായ മകനും ഒരു കുഞ്ഞാണ്. ആ രീതിയിലാണ് അവരെ കാണുന്നത്. അവന് പനിയുണ്ടോ, അവന് ജലദോഷമുണ്ടോ, ഓരോ നിമിഷവും അമ്മയുടെ നെഞ്ച് പിടയ്ക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അവരെത്ര വലുതോ ആയിക്കോട്ടെ, ഏത് രാജ്യത്തോ പൊയ്ക്കോട്ടെ, പക്ഷെ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയായിരിക്കും? ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അതറിയാതെ ഇന്നത്തെ തലമുറ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് എന്താണ് വരിക എന്ന് എനിക്കറിയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ അമ്മമാർ അകാല മൃത്യു അടയുക തന്നെ ചെയ്യും. ഇത് അമ്മമാരുടെ ആത്മഹത്യകളിലേക്കും കൊണ്ടുവിടും. കാരണം തീരെ വയ്യാതാവുമ്പോൾ അമ്മമാർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലെത്തുമ്പോൾ ചില അമ്മമാർ ഇനി ജീവിക്കണ്ട എന്ന് തോന്നും. അതുകൊണ്ട് കുട്ടികളെ ഒരു കാര്യം എന്തായാലും പ്രസവിച്ചു അവർ ഇത്രയും പ്രയാസപ്പെട്ട്, നിങ്ങൾ വളർത്തിയത് കുറേയൊക്കെ വളർത്തിയെടുക്കുകയും ചെയ്തു. അവർ ചിലപ്പം വളരെ നിങ്ങളുടെ ചില പ്രത്യേക സന്ദർഭങ്ങൾ കൊണ്ട് നിങ്ങളോട് ചിലപ്പോൾ കെയർ തന്നില്ല എന്ന് വരും. ഈ ബന്ധുക്കളെല്ലാം കൂടി നിങ്ങളുടെ അച്ഛനമ്മമാരുടെ കുറ്റങ്ങൾ ഈ കുട്ടികളുടെ തലയിൽ ഏൽപ്പിച്ചിട്ട് തലയിൽ കുത്തി നിറച്ചിട്ട് അവരെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ ശത്രുവാക്കി മാറ്റുന്നില്ലേ? ആ ബന്ധുജനങ്ങൾ ആരാണെങ്കിലും അവരനുഭവിക്കുക തന്നെ ചെയ്യും. ആ കുട്ടികളിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വാക്കുകൾ അവർക്കാണ് പോകാൻ പോകുന്നത്, ആ പറയുന്ന ബന്ധുക്കൾക്ക്. അതുകൊണ്ട് സൂക്ഷിച്ച് മറ്റൊരാളുടെ മക്കളോട് പെരുമാറുക, സംസാരിക്കുക. പെറ്റമ്മയോളം സ്നേഹം ഒരിക്കലും പോറ്റമ്മമാർക്ക് വരില്ല, അറിയാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ ആൻറ്റിമാരും അല്ലാത്തവരും ഇല്ലെങ്കിൽ അമ്മൂമ്മമാരും ഒക്കെ ഓരോ വീട്ടിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് വിടുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒന്നും പറഞ്ഞു കൊടുക്കാതിരിക്കുക. അവരുടെ അമ്മയും അച്ഛനെയും പറ്റി നല്ലത് മാത്രം പറയുക. ഈ കുട്ടി വളരേണ്ടത് സമൂഹത്തിൻ്റെ മുതൽക്കൂട്ടായിട്ടാണ്. അവൻ്റെ മനസ്സിൽ ദയയും അനുകമ്പയുമാണ് വരേണ്ടത്. അവൻ സ്വയം ശപിക്കുകയോ അല്ലെങ്കിൽ സ്വയം അവൻ വിഷമിക്കുകയല്ല ചെയ്യേണ്ടത്. അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവൻ്റെ സന്തോഷമാണ് നോക്കുന്നത്, അല്ലെങ്കിൽ അവളുടെ സന്തോഷമാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആ കുട്ടികളുടെ ഭാവി കാണാതെ നിങ്ങളുടെ അകാല മൃത്യു വരും. കാരണം നമുക്കൊരു ചെറിയ ഹാർട്ടല്ലേ ഉള്ളൂ, അത് താങ്ങാന്നുള്ളതല്ലേ എല്ലാം പറ്റുള്ളൂ. അതിനൊരു ചെറിയ അറ്റാക്ക് വന്നാൽ അറിയാമല്ലോ എങ്ങനെയാണെന്ന്. അപ്പോൾ അമ്മമാരെ കൊല്ലാതിരിക്കുക.